ഞാൻ സ്കൂളിൽ പഠിച്ച സമയത്ത് എനിക്ക് ഈ സ്കൂൾ തുറക്കുന്നതിന് ഒരാഴ്ച മുന്നേ സ്കൂൾ തുറന്നു കഴിഞ്ഞ ഒരു 1-2 ആഴ്ചയും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും. ഇതുപോലെ ബാഗ്, ബുക്ക്, കുപ്പി, പാട്ട് അങ്ങനെ പുതിയ കുറെ സാധനങ്ങളായിട്ട് പുതിയൊരു ക്ലാസ്സിലേക്ക് പോകുന്നതിന്റെ എക്സൈറ്റ്മെന്റ്. പക്ഷെ പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ മഴയും തണുപ്പൊക്കെ ആയിട്ട് രാവിലെ എണീക്കാൻ പോലും തോന്നില്ല. അത് കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് തന്നെ കിട്ടും ഒരു 100 കാരണങ്ങൾ സ്കൂളിൽ പോവാതിരിക്കും. ഗേൾസ് മുടി ഇങ്ങനെ കെട്ടരുത്, ബോയ്സ് മുടി ഇങ്ങനെ വെട്ടരുത്, നഖം വളർത്തരുത്, കണ്ണെഴുതരുത്, ഇങ്ങനെ തൊട്ടേനും പിടിച്ചതിനും എല്ലാം കുറെ റൂൾസ് ആയിരിക്കും. അതുകൊണ്ട് അന്നൊക്കെ വിചാരിച്ചിരുന്നത് ഈ സ്കൂളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് കോളേജ് എത്തിയാൽ മതി എന്നായിരുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ ആ സമയത്ത് കോളേജ് പഠിച്ചിരുന്ന ചേട്ടനും ചേച്ചിയൊക്കെ പറയാറുണ്ടായിരുന്നു, ഇപ്പൊ നീ ഇതൊക്കെ പറയും, പക്ഷെ കോളേജിൽ എത്തുമ്പോൾ അറിയാം അതിന്റെ കഷ്ടപ്പാടും. അന്ന് അവർ പറഞ്ഞതിനൊക്കെ പുച്ഛിച്ചെങ്കിലും അതിന്റെ സത്യാവസ്ഥ കോളേജൊക്കെ എത്തിയപ്പോഴാണ് മനസ്സിലായത്. സ്കൂളിൽ പഠിച്ചപ്പോൾ ചെയ്യാൻ പറ്റാറുന്ന കാര്യങ്ങളൊക്കെ കോളേജിൽ എത്തിയപ്പോൾ ആവശ്യത്തിലധികം ചെയ്യും. പക്ഷെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നൊക്കെ പറയുന്ന പോലെ കോളേജിൽ പോകുന്നു തിരിച്ചു വരും. അതിനിടയിൽ കണ്ണ് എഴുതിയാലായി, പൊട്ട് തൊട്ടാലായി, നെയിൽ പോളിഷ് ഇട്ടാലായി, ഒന്നിനും പ്രത്യേകിച്ച് വലിയ താല്പര്യമൊന്നുമില്ല. കൂടാതെ ഈ പ്രായവും പ്രാരാബ്ദമൊക്കെ ആകുവാണല്ലോ എന്നുള്ള വിഷമം വേറൊരു സൈഡിൽ. അങ്ങനെ ചെറുതായിരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് വളർന്ന് വലുതായാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചിട്ട് അവസാനം വലുതായി കഴിഞ്ഞ് വേണ്ടായിരുന്നു, കുട്ടിയായി തന്നെ ഇരുന്നാൽ മതിയായിരുന്നു എന്ന് വിചാരിക്കുന്ന കുറെ ആളുകളുണ്ടാവും. പക്ഷെ കുട്ടിക്കാലം ഒന്നും ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത കുറച്ച് ആളുകളും ഉണ്ടാവും. എനിവേ, നിങ്ങളൊരു 10-20 വയസ്സ് കഴിഞ്ഞ ആളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് മിസ് ചെയ്യുന്നുണ്ടോ? ഡു കമന്റ് യുവർ തോട്ട്സ്. അപ്പോൾ ഓക്കെ, ബൈ.